വയനാടിനേത് സമാനമായ ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് ഇങ്ങ് നെല്ലിയാമ്പതിയിലും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രി, ആ ജില്ലയുടെ മന്ത്രിയായിട്ടുള്ള MP രാജേഷ് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ സന്ദർശിച്ചു. ഇവിടെ ഇപ്പോൾ സന്ദർശിച്ചപ്പോൾ വലിയൊരു ഭീകരത തന്നെയാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇനി ഇതിനെ ഒന്ന് പുനർനിർമ്മിക്കാൻ പറ്റുക? തീർച്ചയായിട്ടും ഇത് വളരെ വലിയ ഒരു അപകടമാണ്. ജീവാപായം ഉണ്ടായിട്ടില്ല എന്നത് മാറ്റി നിർത്തിയാൽ വലിയ അപകടം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അടിയന്തരമായിട്ട് ഇപ്പോൾ നെല്ലിയാമ്പതി ഒറ്റപ്പെട്ടു പോയ നിലയ്ക്കൊരു പരിഹാരമുണ്ടാക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഗതാഗതം പരിമിതമായ തോതിലെങ്കിലും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. MLA-യുടെയും കലക്ടറുടെയൊക്കെ നേതൃത്വത്തിൽ നിരന്തരമായി പ്രദേശത്ത് ഈ പ്രവർത്തനം നടക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇങ്ങനെയല്ലേ? നാളെ രാവിലെയാണോ അതോ ഇന്ന് വൈകുന്നേരമാണോ? ജിയോളജിസ്റ്റ് എന്താ പറഞ്ഞത്? രാവിലെ 11 മണിയോടുകൂടി വൺ വേ ഗതാഗതം നമുക്ക് ആരംഭിക്കാൻ കഴിയും എന്നാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നത് പോലെ വലിയ പാറക്കെട്ടുകളാണ് വന്നിട്ടുള്ളത്. ഈ നീക്കം ചെയ്തത് തന്നെ താഴെ നോക്കിയാൽ കാണാൻ എത്ര വലുതാണ് എന്ന്. അപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുക. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ വരുന്നത് വരെ ഉണ്ടായിരുന്ന ധാരണ ഒരു ചെറിയ മണ്ണിടിച്ചിലെന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാറ മുഴുവൻ കൺട്രോൾ ബ്ലാസ്റ്റ് വഴി, നിയന്ത്രിത സ്ഫോടനം വഴി വേണം നീക്കം ചെയ്യാൻ. അപ്പൊ അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് നീക്കം ചെയ്താലേ റോഡിന് എത്രത്തോളം പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നറിയാൻ പറ്റൂ. ഇത് കണ്ടിടത്തോളം നമുക്ക് അനുമാനിക്കാവുന്നത് വലിയ പരിക്കുകൾ റോഡിന് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ നീക്കം ചെയ്താൽ തന്നെ ഗതാഗതം എത്രത്തോളം നടത്താൻ പറ്റും എന്നതും ഒരു പ്രശ്നമാണ്. എന്തായാലും നാളെ രാവിലെയോടുകൂടി ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനാവും. അങ്ങനെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ, ടൂറിസ്റ്റുകളും മറ്റുമുണ്ട്, അവരെ പുറത്തെത്തിക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. പക്ഷെ തൊട്ടപ്പുറത്തൊരു ജനവാസ മേഖലയുണ്ട്, ഒരു കോളനി ഉണ്ട്. അപ്പോൾ അവരെ അത്തരത്തിൽ അവിടെയൊന്നൊരു ആളപായം പോലും ഉണ്ടായില്ല. പക്ഷെ അവരെയൊക്കെ രക്ഷിക്കാനുമായി ഇനിയിപ്പോൾ അവരുടെ ആ ഒരു ഇടങ്ങളിലൊക്കെ എന്ത് കാര്യമാണ് നമുക്ക് സർക്കാർ നിലയിൽ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അത് കലക്ടറുടെ MLA-യുടെയും നേതൃത്വത്തിൽ ആ കാര്യങ്ങളെല്ലാം ഇന്നലെ തന്നെ യോഗം ചേർന്ന് പരിശോധിച്ച് ഉറപ്പാക്കിയിട്ട് MLA മുൻകൈ എടുത്ത് ഇന്നലെ യോഗം ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരം ആശങ്കകൾ ഇപ്പോൾ ഇല്ല. ഡോക്ടർമാരുടെ 2 സംഘത്തെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒന്ന് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം, പിന്നെ നെന്മാറയിൽ അവൈറ്റീസ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം. അവർ കാൽനടയായാണ് ഈ ദുർഘടമായിട്ടുള്ള ഇത് താണ്ടിയാണ് അവരവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 9 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചിട്ടാണ്. ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നവരിൽ 20ഓളം ഗർഭിണികളുണ്ട്. അപ്പോൾ അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഒരു ഗൈനക്കോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള വൈദ്യസംഘമാണ് ഇപ്പോൾ അവിടെയുള്ളത്. അവരവിടെ താമസിക്കുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. നല്ല ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ക്യാമ്പിൽ കഴിയുന്നവർക്ക് തിരികെ പോയി അവരുടെ ഇടങ്ങളിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അത് ഒരു വാസയോഗ്യമാക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം നമ്മൾ ആ കാര്യക്ഷമതയോടുകൂടി ചെയ്യാനാണ്? അതിനുള്ള നടപടികളെല്ലാം തന്നെ നമ്മൾ തുറന്നുള്ള ദിവസങ്ങളിൽ സ്വീകരിക്കും. ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. എന്തായാലും മന്ത്രിതല സംഘം MLA അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ഇപ്പോൾ ഈ സന്ദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഈ നെല്ലിയാമ്പതി റോഡ് വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇനിയും 2-3 ദിവസങ്ങൾ എടുക്കേണ്ടി വരും ഈ റോഡ് ഒന്ന് സജ്ജമാകാൻ. ഇപ്പോൾ നാളെയോടുകൂടി തന്നെ ഒരു വഴി, അതായത് അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി സജ്ജമാക്കുമെന്നാണ് മന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അനീഷ് തോട്ടക്കാരനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.